إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النذير والمثيل والشبيه وأشهد أن محمدًا عبده ورسوله أرسله بالهدى بشيرًا ونذيرًا بين يدي الساعة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وإن أفضل الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജഗന്നിയന്താവായ സർവലോകത്തിൻ്റെയും പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പടച്ചതമ്പുരാൻ മനുഷ്യരാശിക്ക് മാർഗം കണ്ടെത്താനായി തന്ന വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അരുളപ്പാടുകളിൽ നിന്നും വിധികൾ കണ്ടെത്തി നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കൊത്ത് സംവിധാനിക്കണമെന്നും ആ വിഷയത്തിൽ തഖ്വ സൂക്ഷ്മത കൈമുതലാക്കണമെന്നും എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന അവൻ്റെ പ്രിയപ്പെട്ട അടിമകളിൽ ഇബാദുർ റഹ്മാനിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥൻ പുറത്തു തരികയും ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണ്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ സർവകാലത്തേക്കും പറ്റിയ ദർശനമാണ് ഇസ്ലാം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ആ വിഷയത്തിലുള്ള കടമ. അള്ളാഹുവിൻ്റെ വിധികൾ എന്നുള്ളത് കേവലം ആരാധനകളിൽ മാത്രം അല്ല, മനുഷ്യൻ ഇടപെടുന്ന സകല മേഖലകളിലും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്, വിലക്കുകളും ഉണ്ട്. അത് പാലിച്ച് മുമ്പോട്ട് പോകലാണ് തഖ്വ. അങ്ങനെ തഖ്വയെ പരിശോധിക്കപ്പെടുമ്പോൾ തഖ്വ പള്ളിയുടെ പുറത്തു നിന്ന് അവൻ്റെ സാമൂഹിക ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അവനിടപെടുന്ന അവൻ്റെ ഭൗതിക മേഖലകളിൽ തഖ്വ വരുന്നുണ്ട്, കച്ചവടത്തിൽ തഖ്വ വരുന്നുണ്ട്, സാമൂഹിക ഇടപെടലുകളിൽ തഖ്വ വരുന്നുണ്ട്, കുടുംബജീവിതത്തിൽ തഖ്വ വരുന്നുണ്ട്.
വിധിവിലക്കുകൾ എന്നാണല്ലോ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് നമ്മൾ പറയാം. ചിലത് വിധിയാണെങ്കിൽ ചിലത് വിലക്കുകളാണ്. എന്തിനാണ് അള്ളാഹു ചില കാര്യങ്ങളെ വിലക്കിയത്? വിലക്ക് ലംഘിക്കുന്നത് കുറ്റകരമാണ്. ഒരു മുസ്ലിം ഇടപെടുന്നത് സകല മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും കണ്ടെത്താൻ കഴിയും, വിലക്കുകളും കണ്ടെത്താൻ കഴിയും. ദർശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആധുനിക കാലത്ത് ചില ദർശനങ്ങൾ നമ്മൾ പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ചിലർക്ക് ചോദിക്കാറുണ്ട്, അത് നിങ്ങളുടെ ചില പ്രത്യേക രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ കാരണത്താലല്ലേ അങ്ങനെ പറയുന്നു? മുതലാളിത്തത്തെക്കുറിച്ച് ഇസ്ലാം പറയുമ്പോൾ മുതലാളിത്തത്തെ ആഗ്രഹിക്കുകയും അതിന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നവർ ചിലപ്പോഴൊക്കെ വിചാരിച്ചു പോകും അത് നമ്മുടെ ചില പ്രത്യേക രാഷ്ട്രീയ നിലപാടിൻ്റെ, ചില സംഘടനകളുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമാണ്. അല്ല, മുതലാളിത്തം യഥാർത്ഥത്തിൽ ഇസ്ലാം വിലക്കിയതാണ്. മദ്യം ഇസ്ലാം വിലക്കിയതാണ്. മയക്കുമരുന്ന് പാടില്ലാത്തതാണ്. വ്യാപാര രംഗത്തുള്ള കുത്തക വൽക്കരണം ഇസ്ലാം നിരോധിച്ചതാണ്. യുദ്ധവും സംഘർഷവും കൊള്ളിവയ്പ്പുകളും ഒക്കെ അള്ളാഹു വിലക്കിയതാണ്. ഇതൊക്കെ ചില ആളുകൾക്ക് ലാഭമുണ്ടാക്കുന്നതാണ്. വിലക്കുകൾ പരിഗണിക്കാതെ പോകുമ്പോഴാണല്ലോ ചിലർക്ക് അവരുടെ പോക്കറ്റ് നിറയുക, അവരുടെ അക്കൗണ്ടിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുക. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള വിലക്കുകൾ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ ചില അനുഗ്രഹങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. നാഥൻ നമുക്കരുളിയ അനേകം അനുഗ്രഹങ്ങൾ, അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ നിന്നാൽ നിങ്ങൾക്കത് എണ്ണി തീർക്കാൻ കഴിയില്ല. അതിലേറെ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നർത്ഥം. ഒരിക്കലും എണ്ണി തീർക്കാൻ കഴിയില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്യുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ആവാ ഇലാ ഫിറാശിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരിപ്പിലേക്ക് പോകുമ്പോൾ, രാത്രി ഉറങ്ങാനായി പോകുമ്പോൾ, ഉറക്കത്തിന് തയ്യാറെടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരിപ്പിൽ വെച്ച് പറയുന്ന ഒരു പ്രാർത്ഥനാ വാക്ക് വചനമുണ്ട്. ഖാല, നബി പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി. നമ്മളൊക്കെ പലപ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും മറക്കാതെ പ്രാർത്ഥനകൾ പറയുന്നവരാണ്. സാധാരണ ആളുകളൊക്കെ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രാർത്ഥനയാണ് ഇമാം മുസ്ലിം ഉദ്ധരിച്ചത്, ഞാനിപ്പോൾ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പറയാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അർത്ഥം പരിശോധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് തൻ്റെ ഉറക്കത്തിന് മുമ്പായിട്ട് അള്ളാഹു തനിക്ക് നൽകിയ കുറേയേറെ അനുഗ്രഹങ്ങളെ ഓർത്തെടുത്തിട്ട് അതിന് അള്ളാഹ്ക്ക് ഹംദ് പറയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് സകല സ്തുതി. എന്താണ് അള്ളാഹു എനിക്ക് നൽകിയത്? അല്ലദീ അത്അമന, അവൻ എനിക്ക് തിന്നാൻ തന്നു. രാത്രി ഉറങ്ങാൻ പോകുന്ന നബി പറയാണ്, അത്അമന, അവൻ എനിക്ക് ഭക്ഷണം തന്നവനാണ്. രാവിലെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, എൻ്റെ ഉച്ചഭക്ഷണം, പിന്നെ എൻ്റെ രാത്രി ഭക്ഷണം, ഇതിനിടയ്ക്കുള്ള എൻ്റെ ചായ, ഭക്ഷണം, വെള്ളം, കുടി, പലതും ഇതൊക്കെ അവൻ എനിക്ക് തന്നതാണ്. ഭക്ഷണം നൽകി എന്നെ അനുഗ്രഹിച്ച നാഥൻ. വസഖാന, എനിക്ക് കുടിക്കാൻ തന്നവൻ. ഭക്ഷണം തന്ന അല്ലാഹുവിന് സ്തുതി, കുടിക്കാൻ തന്ന അല്ലാഹുവിന് സ്തുതി. പിന്നെ നബി പറയുന്നത് വകഫാന, അവൻ എനിക്ക് മതിയാക്കി തന്നു, എനിക്ക് സംതൃപ്തി തന്നു. ജീവിതത്തിൽ അല്ലാഹു എനിക്ക് ആവോളം തന്നു. ആവോളം കിട്ടുക എന്നുള്ളത് മനുഷ്യന് എത്ര കിട്ടിയാലും മതിയാവാത്ത ഒന്നാണ്. അപ്പോൾ ആവോളം കിട്ടിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, പണ്ട് ഹാറൂൺ റഷീദിനോട് ഒരു സൂഫി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ദരിദ്രൻ്റെ ദാനം സ്വീകരിക്കുകയില്ല, ദരിദ്രൻ്റെ ദാനം ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ രാജാവ് ഞാനാണല്ലോ, ഖജനാവ് എൻ്റെ കീഴിലാണല്ലോ, എൻ്റെ അത്രയും പണമുള്ള വേറെ ആരും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇനിയും നിനക്ക് കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ?
ആ ഉണ്ട് എങ്കിൽ നീ ഇപ്പോഴും ധനിയായിട്ടില്ല, പണക്കാരനായിട്ടില്ല, നീ ഇപ്പോഴും ഫക്കീർ, ആവശ്യക്കാരനാണ്, ദരിദ്രനാണ്. അതുകൊണ്ട് ദരിദ്രന്റെ ദാനം എനിക്ക് വേണ്ട എന്ന് പറയുന്നിടത്ത് നിന്നല്ല ഇത് മനസ്സിലാക്കേണ്ടത്. സംതൃപ്തി വരുന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സംതൃപ്തിയുള്ളവനായിരുന്നു. അള്ളാഹു തനിക്ക് തന്ന അനുഗ്രഹം എത്ര ചെറുതായിരുന്നാലും അതെനിക്ക് അള്ളാഹു മതിയാക്കി തന്നതാണ്. ഖനാഅത്ത്, സംതൃപ്തി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അങ്ങനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നബിക്ക് ഉണ്ടായപ്പോൾ മിസ്കീനായി ജീവിച്ച റസൂല് പറയാണ്, വഖഫാന, അവൻ എനിക്ക് മതിയാക്കി തന്നു. പക്ഷേ ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്വി, മതിയാവാത്ത എത്രയോ ആളുകൾ ലോകത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തനിക്ക് നൽകിയ സംതൃപ്തി അള്ളാഹുവിന് ഹംദിന്റെ രൂപത്തിൽ വാഴ്ത്തി പറഞ്ഞിട്ട് റസൂല് പറയുന്നത് ഫകം മിമ്മൻ ലാ കാഫിയ ലഹു, അള്ളാഹുവേ മതിയാവാത്ത എത്രയോ ആളുകൾ ലോകത്തുണ്ട്. മതിയാവാത്തവർ തന്നെ പിന്നെ നബിയതിൽ നിന്ന് ഇല്ലാതെ മതിയാവാത്തവരെ പറയുന്നുണ്ട്. ചില ആളുകൾക്ക് ഉണ്ടായിട്ട് മതിയാവാത്തവരാണ്, ചിലർക്ക് ഇല്ലാതെ മതിയാവാത്തവരാണ്. അവരാണ് ഫക്കീർമാരെന്ന് പറയുക, പരമദരിദ്രർ. വലാ മുഅ്വി, ആശ്രയം കൊടുക്കുന്നവർ. ആശ്രയം കൊടുക്കാൻ ആരും അവർക്കില്ലല്ലോ. ആശ്രയം കൊടുക്കാൻ ആരുമില്ലാത്ത നിരാലംബരായ മനുഷ്യരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിന് മുമ്പ് അനുസ്മരിക്കുകയാണ്. താൻ മദീനയിൽ ഭരണാധികാരിയായിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം നടത്താൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്കും കൂടി, റസൂൽ പ്രവാചകൻ മാത്രമല്ലല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആളുകൾക്ക് ആവശ്യമായതൊക്കെ കൊടുക്കാൻ പറ്റുന്നില്ല. അത് പിന്നീട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്താണ് നമ്മൾ കാണുന്നത്. മദീനയിലേക്ക് മറ്റു പല നാടുകളിൽ നിന്നും നികുതിയായിട്ട് മറ്റു പല നിലക്കുമൊക്കെ പണം ഇങ്ങനെ ധാരാളം വന്നുകൂടി ആളുകൾക്ക് സുഭിക്ഷമായി വിതരണം ചെയ്തൊരു കാലം ഉണ്ടല്ലോ. നബീന്റെ കാലം അങ്ങനത്തെ ഒരു കാലമല്ല. കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോഴും ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന ആ ഒരു സമയത്ത് പടച്ചോനെ എത്രയോ ആളുകൾ, നിരാലംബരായ ആളുകളുണ്ട്. അപ്പോഴാണല്ലോ നീ എനിക്ക് ധന്യത തന്നു പടച്ചോനെ, എനിക്ക് ഭക്ഷണം തന്നത്, എനിക്ക് കുടിക്കാൻ തന്നത്, എനിക്ക് കിടക്കാൻ ഇടം തന്നത്, എനിക്ക് പാർക്കാൻ പാർപ്പിടം തന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളുടെ വീടെന്ന അനുഗ്രഹമാണ്. നമുക്ക് തലചായ്ക്കാൻ ഇടമില്ലാത്ത അനേകായിരങ്ങളുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വീടും നമ്മുടെ അയലത്തുള്ള ആളുകളും ഒക്കെ അവരുടെ വീട് വെച്ച് ഇങ്ങനെ സുന്ദരമായി പാർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വലിയ സംഗതിയുണ്ട്. സംസ്ഥാനത്തിൻ്റെ ആസൂത്രണ ബോർഡിൻ്റെ, പ്ലാനിംഗ് കമ്മീഷൻ്റെ കണക്കനുസരിച്ചിട്ട് കേരളത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് കണക്ക്, ഇപ്പം നിങ്ങളതിൻ്റെ വെബ്സൈറ്റ് എടുത്ത് നോക്കിയാൽ കാണാവുന്ന കണക്ക്, 4.32 ലക്ഷം ആളുകൾ ഭവനരഹിതരാണ് നമ്മുടെ നാട്ടിൽ. 4.32 ലക്ഷം ആളുകൾക്ക് വീടില്ല, കിടക്കാൻ സ്ഥലമില്ല, അവർ തെരുവിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആളുകളെയാണ് ഉറങ്ങാൻ പോയപ്പോൾ സ്മരിച്ചത്. ഇതെന്തിനാണ് ഖുതുബയ്ക്ക് വിഷയമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റസൂലിന്റെ ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ തുടങ്ങിയത് അതുകൊണ്ടാണ്. അള്ളാഹിന്റെ റസൂല് ഉറങ്ങാൻ പോയപ്പോഴത്തേക്ക് സ്മരിച്ചത് ഈ 4.32 ലക്ഷം ആളുകളെ കൂടെ കൂട്ടിയാണെന്ന് കൂട്ടിക്കോളൂ. കേരളത്തിൽ തന്നെ, നബിയുടെ നാട്ടിൽ വേറെയാണ്. അപ്പൊ അത് ഓർമ്മയിലേക്ക് വരണം. അവരുടെ കഷ്ടതയും ദുസ്ഥിതിയും മാറ്റാനായി നമ്മൾ പരിശ്രമിക്കണം. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വീട് എന്ന സംഗതി ഒരു അനുഗ്രഹമായി തന്നെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സഅദത്തി ഇബ്നി ആദം സന്തതിക്ക് സൗഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ 3 കാര്യത്തിലാണ്. നമ്മൾ സൗഭാഗ്യമുള്ളവനാണ്, ഭാഗ്യമുള്ളവനാണെന്ന് പറയല്ലേ. നല്ല ഭാഗ്യമുള്ളവൻ, എനിക്കല്ല ഭാഗ്യം കിട്ടിയ ഒരാളാണ്. ആരാണ് ഭാഗ്യം കിട്ടിയവൻ? ഒരാൾ ഭാഗ്യം കിട്ടിയവനാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ല 3 കാര്യം. ഭാഗ്യവും 3 കാര്യത്തിലാണ്, ഭാഗ്യക്കേട് 3 കാര്യത്തിലാണ്. മനുഷ്യന്റെ ഭാഗ്യം എന്നുള്ളതൊന്ന് ഇംറഅത്തു സ്വാലിഹ, ഒരാൾക്ക് നല്ല ഇണ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു നല്ല ഇണ ഉണ്ടാവുക എന്നുള്ളത് ഒരാളുടെ ഭാഗ്യമാണ്. അത് ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, ആണാവട്ടെ, പെണ്ണാവട്ടെ. രണ്ടാമത്തെ റസൂൽ പറയുന്നു വൽ മസ്കനു സ്വാലിഹ്, ഒരു നല്ല വീട് ഉണ്ടാവുക എന്നുള്ളത്. ഒരു നല്ല വീട് ഉണ്ടാകുന്നുള്ളത് ഒരു ഭാഗ്യമാണ്. വൽ മർക്കബു സാലിഹ്, ഒരു നല്ല വാഹനം ഉണ്ടാവുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. നമ്മളെ നിസ്കാരം പഠിപ്പിക്കാൻ വന്ന, നോമ്പ് പഠിപ്പിക്കാൻ വന്ന, ഹജ്ജും സക്കാത്ത് പഠിപ്പിക്കാൻ വന്ന അതേ റസൂലാണ് മനുഷ്യന്റെ ഭൗതികമായ ഭാഗ്യത്തെ കുറിച്ചിട്ട് പറയുന്നത്. ഇണ ഒരു ഭാഗ്യമാണ്, വീടൊരു ഭാഗ്യമാണ്, മനുഷ്യന്റെ വാഹനം ഒരു ഭാഗ്യമാണ്. എന്തുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടിനെ കുറിച്ച് ഇങ്ങനെ എടുത്തു പറയാൻ കാരണം? ഹദീസിൽ വന്ന ബാക്കി 2 ഞാൻ പിന്നെ ചർച്ചയ്ക്ക് വെക്കാം.
ഇണയെക്കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തു പോയതാണ്. വാഹനത്തെക്കുറിച്ച് വേറെ ചർച്ച ചെയ്യാം. ഇന്നത്തെ വിഷയം വീട് എന്നുള്ള നിലക്കായതുകൊണ്ട് വീട് എങ്ങനെയാണ് ഒരു ഭാഗ്യമാവുക, വീടില്ലായ്മ എങ്ങനെയാണ് നിർഭാഗ്യമാവുക, അത് റസൂൽ പറഞ്ഞല്ലോ. ഒരാളുടെ ആദം, മനുഷ്യപുത്രന്റെ നിർഭാഗ്യം എന്നത് ഒന്ന് അൽമർഅസു, ചീത്ത ഇണയാണ്. വൽമസ്അസു, ഒരു മോശം വീടാണ്. വൽമർകബുസു, ഒരു ചീത്ത വാഹനമാണ്. അപ്പൊ നല്ല വാഹനവും നല്ല വീടും നല്ല ഇണയും ഭാഗ്യമാകുമ്പോൾ ചീത്ത ഇണയും ചീത്ത വീടും ചീത്ത വാഹനവും നിർഭാഗ്യമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വാസസ്ഥലം മോശമാണെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന മുഴുവൻ നെഗറ്റീവ് ഇമ്പാക്റ്റുകളാണ്. വീടില്ലാത്ത ഒരാൾക്ക് വീടില്ല എന്താ സംഭവിക്കുക? വീടില്ലാത്തവന് ഇല്ലാതാവുന്നവൻ്റെ വ്യക്തിത്വമാണ്. വീടില്ലാത്തവൻ ആദ്യം ഇല്ലാതാകുന്നത് അവൻ്റെ വ്യക്തിത്വമാണ്. അള്ളാഹു മനുഷ്യനെ, ആദമിന്റെ മക്കളെ അള്ളാഹു ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിട്ടുണ്ട്. പിന്നെ അള്ളാഹു വാക്കിങ്ങനെ പറയുന്നുണ്ടല്ലോ, ലിതആറഫു, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അള്ളാഹു നിങ്ങളെ വിവിധ ശുഉബൻ വഖബായില, വിവിധ ഗോത്രങ്ങളും വിവിധ ഇടങ്ങളിൽ താമസിക്കുന്നവരുമായി മാറ്റിയത്? ലിതആറഫു, ആളുകൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. വീടില്ലാത്തവൻ എന്താണ് അഡ്രസ്? വീടില്ലാത്തവൻ അഡ്രസ് ഇല്ല. എവിടെയാ നീ പാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എരുമേലിയിലെ ഏതോ കടത്തിണ്ണയിലാണ് അല്ലേ. അപ്പൊ അവന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോവാണ്. ഇപ്പൊ വ്യക്തിത്വം ഒരാൾക്ക് ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് വീട് ഉണ്ടാവണം. തെരുവ് വാസത്തിലൂടെ ഇയാള് അഴുക്കിൽ കഴിഞ്ഞുകൂടി മാലിന്യവുമായിട്ടുള്ള നിത്യസമ്പർക്കത്തിലൂടെ ഇയാൾ രോഗവാഹകനാവുകയാണ്. പലപ്പോഴും പല രോഗങ്ങളും സമൂഹത്തിൽ പരക്കുന്നത് തെരുവിൽ നിന്നിട്ടാണ് അല്ലേ. നമ്മൾ ലോറി തൊഴിലാളികളെ കുറിച്ച് പറയാറില്ലേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് സപ്ലൈ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തൊഴിലേർപ്പെട്ട ആൾക്കാരെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. കാരണം അവർ ജീവിക്കുന്ന അസുഖകരമായൊരു സാഹചര്യം അവരെ രോഗവാഹികളാക്കാണ്. വിവിധ നാടുകളുമായിട്ടുള്ള അവിഹിതമായ ബന്ധങ്ങളിലൂടെ അത് പിന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഭാര്യ കൊടുത്ത് പിന്നെ അങ്ങനെ. അപ്പൊ തെരുവെന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണ്. വീടില്ലാത്ത ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ അന്തസ്സതിലൂടെ പോവുകയാണ്. അയാൾ അപമാനിതനാവുകയാണ്. അയാൾ ആർക്കും വിലയുണ്ടാവില്ല മനുഷ്യനെ കുറിച്ചിട്ട്. ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ഒരാളെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു പേരില്ലാത്തവനാണ്, അയാൾ ആ തെരുവില കിടക്കുക, ആ കടത്തണ്ടയിൽ കിടക്കുന്നുണ്ടാവും അല്ലേ. പാവം വെള്ളമടിക്കുന്നില്ലെങ്കിൽ പോലും അയാൾക്കുള്ള പേര് ദോഷം ധരിക്കുന്നില്ല, അത് വെള്ളമടിച്ചിട്ട് കിടക്കുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും, അത് മനുഷ്യരുടേതായാലോ മൃഗങ്ങളുടേതായാലോ. അടുത്തിടയ്ക്ക് നമ്മൾ കേട്ടൊരു വാർത്തയില്ലേ, കുറേ ആളുകൾ ഇങ്ങനെ റോഡിന്റെ വക്കത്ത് ഉലങ്ങിക്കിടക്കുന്ന സമയത്താണ് ലോറി അവിടേക്ക് പാഞ്ഞു കയറുന്നത്. തൃശ്ശൂർ ജില്ലയിൽ നടന്നൊരു സംഭവമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് അല്ലേ. ആ ആളുകൾ മരിക്കാനുള്ള കാരണം എന്താണ്? വീടില്ലാത്തത് കൊണ്ടാണ്. അവർ തൊഴിലിന് വന്നവരാവാം, അവിടെ അവർക്ക് മറ്റൊരു സ്ഥലത്ത് വീടുണ്ടാവാം. പക്ഷെ ഈ വന്നു കിടക്കുന്ന സ്ഥലത്ത് അവർക്ക് വാടകയ്ക്കോ മറ്റോ ഓരോ ലോഡ്ജിലോ അന്തി ഇറങ്ങാനുള്ള പണമില്ലാത്തതിന്റെ പേരിലോ സൗകര്യമില്ലാത്തതിന്റെ പേരിലോ അവരിങ്ങനെ റോഡിന്റെ വക്കത്ത് കിടന്നപ്പോഴത്തേക്കും വാഹനം കയറി ചതഞ്ഞിരഞ്ഞ് മരിച്ചുപോയ ആ മനുഷ്യന്മാരെ കുറിച്ച് നമ്മൾ വായിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് നമ്മുടെ വീട് എന്നുള്ളത്. നമ്മളെ തണുപ്പിൽ നിന്നും സംരക്ഷിക്കാൻ, ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ, കാലാവസ്ഥയുടെ ആഘാതങ്ങളേൽക്കാതെ ഒരു മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള ഒരു സംവിധാനമാണ് വീട് എന്നുള്ളത്. അപ്പോൾ അള്ളാഹിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണിത്. വ്യക്തിപരമായി വിലയിരുത്തുമ്പോൾ ഒരു വലിയ അനുഗ്രഹമാണ്. ഇതുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ പറയാം. കേരളത്തിലൊക്കെ പലപ്പോഴും ചേരി പ്രദേശങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ബോംബെയിലെ ചേരി മാത്രമൊന്നുമല്ല, നമ്മളുടെയൊക്കെ നഗരപ്രദേശങ്ങളിൽ ചേരികൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് വലിയ നഗരങ്ങളിൽ, എറണാകുളം പോലെ തിരുവനന്തപുരം ഉള്ള വലിയ നഗരങ്ങളിൽ മാത്രമല്ല, നമ്മളുടെയൊക്കെ ചെറിയ ചെറിയ നഗരങ്ങളിൽ ചേരികൾ രൂപപ്പെട്ടു വരികയാണ്. ഒരു നാട്ടിൽ ചേരി രൂപപ്പെട്ടു വന്നാൽ ആ ചേരിയുടെ ഏറ്റവും ആദ്യത്തെ പ്രത്യേകത എന്തായിരിക്കും? കള്ളന്മാർ ഏറ്റവും കൂടുതൽ സ്ഥലം എന്നുള്ളതായിരിക്കും. അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ മോഷണം നടക്കുക, അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ അക്രമം നടക്കുക. അക്രമങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ വർധനവ് കാണാൻ കഴിയാൻ രൂപപ്പെട്ടു വരുന്ന പുതിയ ചേരി പ്രദേശങ്ങളിലാണ്. അതുകൊണ്ട് മാന്യന്മാരെന്ത് ചെയ്യും? അത്തരം സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് വീട് വിറ്റ് അവർ മറ്റു സ്ഥലങ്ങളിലേക്ക് ഒഴിവായി പോകും. കാരണം ഇവിടെ താമസിക്കാൻ കൊള്ളില്ല. ഇവിടെ താമസിച്ചാൽ എൻ്റെ മകൾക്ക് നല്ലൊരു വിവാഹം കിട്ടൂല, ഇവിടെ താമസിച്ചാൽ എൻ്റെ മോന് നല്ലൊരു ആലോചന കിട്ടില്ല അല്ലേ. അപ്പൊ ആളുകൾ പെട്ടെന്ന് ഒഴിവായി പോവുകയാണ്. എന്താ കാരണം? ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഈ സ്ലം ഇങ്ങനെയുള്ള ആളുകൾ താമസിക്കുന്നവരുടെ കൂടെ ഞങ്ങൾ താമസിക്കാൻ തയ്യാറാണ്. സാംസ്കാരികമായ ഒരു താഴത്തേക്ക് പോകുന്നതുകൊണ്ടാണ്. ഞാനിതിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും എന്താണ് ഇതിൻ്റെ കാരണം എന്നോട് പറയും. ഈ കാരണമാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങി. ഇസ്ലാം ചില കാര്യങ്ങൾ സമൂഹത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില കാര്യം നിരോധിച്ചിട്ടുണ്ട്. ഈ നിരോധനത്തിൻ്റെ
കാരണമാണ് ഈ പറഞ്ഞ ചില പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ ഭവനരഹിതരെ സൃഷ്ടിക്കുന്നതിന്റെ കുറേ കാരണങ്ങളുണ്ട്. അത് സ്വന്തമായി ഒരു മനുഷ്യന്റെ ഒരു വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീടുണ്ടാകുക എന്നുള്ളത്. പല ആളുകളും ഗൾഫിലേക്ക് എന്തിനാ ആൾക്കാർ പോണത്? ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? വീടുണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഒരു നല്ല തൊഴിൽ ആഗ്രഹിക്കുന്നത് ആദ്യം ഉണ്ടാക്കേണ്ട സംഗതി എന്നാൽ വീടൊന്ന് സെറ്റാക്കണം, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കിയൊക്കെ. അപ്പൊ സ്വന്തമായ ഒരാൾക്കൊരു വീട് വാങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലെ വാടകയ്ക്ക് എടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് പരിശോധിക്കുമ്പോൾ പല കാരണങ്ങൾ കണ്ടെത്താൻ കഴിയും. അങ്ങനെയുള്ള കാരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് മുതലാളിത്തം എന്നുള്ള കാരണം. അപ്പൊ ഇസ്ലാം എന്തുകൊണ്ട് ഈ മുതലാളിത്തത്തെ കൈകാര്യം ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുതലാളിത്തം സൃഷ്ടിക്കുന്ന കുറേ ദുരന്തങ്ങളുണ്ട്. ആ ദുരന്തങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മുതലാളിത്തം ലോകത്തിന് സംഭാവന ചെയ്യുന്ന ദുരന്തങ്ങൾ, ഒരു വലിയ ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് വീടുണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതെങ്ങനെയാ മുതലാളിത്തം വീടുണ്ടാക്കാത്തതിന്റെ കാരണം? മുതലാളിത്തം സംഭവിക്കുന്നതോടുകൂടി പണം ചില ആളുകളുടെ സ്വകാര്യ സ്വത്തായി മാറുകയാണ്. ഇപ്പോൾ വലിയ ഫാക്ടറി ഉടമകൾ, വലിയ ഫാം നടത്തുന്ന ആളുകൾ, വലിയ ബിസിനസ്സുകാർ, ഇവരുടെ കയ്യിലേക്ക് പണം കേന്ദ്രീകരിക്കുകയാണ്. നമ്മൾ ഈ കുത്തകകളെ കുറിച്ചൊക്കെ പറയാറില്ലേ, വലിയ വൻപൻ വ്യവസായികളെ സംബന്ധിച്ചിട്ട് ഈ ആളുകളിലേക്ക് മാത്രം ബിസിനസ് തിരിഞ്ഞു പോകുന്നതോടുകൂടി, പണം മുഴുവൻ അവരിങ്ങനെ കൈവശപ്പെടുത്തുന്നതോടുകൂടി ദരിദ്രരും ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വിടവ് വലുതാവുകയാണ്. ഉള്ളവൻ ഇങ്ങനെ വീർത്തുകൊണ്ടേയിരിക്കും, ഇല്ലാത്തവന്റെ കയ്യിൽ നിന്നും പോക്കറ്റ് ഇങ്ങനെ ശൂന്യമായിക്കൊണ്ടേയിരിക്കും. അന്നുള്ള അഷ്ടിക്ക് വക കണ്ടെത്താൻ മാത്രം കഴിയുന്ന ഒരാൾക്ക് എങ്ങനെ ഒരു വീടെന്ന സ്വപ്നവുമായി മുമ്പോട്ട് പോകാൻ കഴിയുന്നുള്ളതാണ്. അപ്പൊ മുതലാളിത്ത ഇസ്ലാം അതുകൊണ്ടാണ് ഇത് പാടില്ല എന്ന് പറയുന്നത്. ഇസ്ലാം ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഏക ദർശനം എന്നുള്ളത് ഇസ്ലാമിക ദർശനാണ്. ഇസ്ലാമിക ദർശനത്തിന്റെ കൂടെ മുതലാളിത്തവുമായി നമുക്ക് പോകാൻ കഴിയും. അത് ബാക്കിയുള്ള എല്ലാ ഇസങ്ങളും അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ മുതലാളിത്തത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ പിന്നെ ലോകത്ത് മറ്റു ചില ഇസങ്ങളുണ്ടല്ലോ, പലതരത്തിൽ പല ആൾക്കാർ സമർപ്പിച്ച സാമ്പത്തികമായ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട പല ദർശനങ്ങളും. ഈ ദർശനങ്ങളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ ഒരു നല്ല ജീവിതം മനുഷ്യൻ അള്ളാഹു നൽകുന്നുണ്ട് ഇസ്ലാമിലൂടെ, ഇസ്ലാമിക സാമ്പത്തിക സംവിധാനത്തിലൂടെ. വീട് ഒരാൾക്ക് ഇല്ലാതാവുന്നതിന്റെ രണ്ടാമത്തെ കാരണം പരിശോധിച്ചു കഴിഞ്ഞാൽ, അതിന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപകമായ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയൊക്കെ വ്യാപനവും അതിന്റെ വ്യാപാര അനുമതിയൊക്കെ തന്നെയാണ്. നമ്മുടെയൊക്കെ സർക്കാരുകളുടെ അവസ്ഥ നോക്കിക്കോണം. ഇത് പോലീസിനെയും അല്ലെങ്കിൽ എക്സൈസിലെ ഉദ്യോഗസ്ഥരെയും രംഗത്തിറക്കിയിട്ട് ഇത് ഉപയോഗിക്കുന്നവരെ പിടിക്കാനായി സർക്കാർ സംവിധാനം ഉണ്ടാക്കുമ്പോൾ മറുവശത്തിന് ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പുതിയ ബാർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധനാലയങ്ങളുമായി ബാറിനുള്ള ദൂരപരിധി പോലും പാലിക്കാതെ. പള്ളീൻ്റെ തൊട്ടടുത്ത് ആലപ്പുഴയ്ക്ക് പോയിട്ടുള്ള ആലപ്പുഴയ്ക്ക് ഒരു പള്ളീൻ്റെ പേര് തന്നെ ബാറുപള്ളി എന്നാണ്. പള്ളീൻ്റെ കുറ്റമല്ല, പള്ളി വന്നതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ട് 100 മീറ്റർ അടുത്ത് ബാറുണ്ടാക്കി വെച്ചു. എങ്ങനെ ഇത് വരുന്നു എന്നുള്ളതാണ്. അതിന് സർക്കാരിൻ്റെ അനുമതി വരികയാണ്, നിയമം എതിരായി നിൽക്കുമ്പോൾ പോലും. അപ്പോൾ ഇതിന് വ്യാപാര അനുമതി നൽകുന്നു, അതിങ്ങനെ തഴച്ചു വളരുന്നു. അമേരിക്കയിലെ കാലിഫോർണിയയെ കുറിച്ച് പറയാറുണ്ട്. അമേരിക്കൻ പോലുള്ള യൂറോപ്യൻ നാടുകളൊക്കെ മദ്യമോ മയക്കുമരുന്നും ഉപയോഗിക്കുന്ന പ്രശ്നമില്ലാത്തതാണ്. പക്ഷെ കാലിഫോർണിയയിൽ ഈ മയക്കുമരുന്നും മദ്യവും ഒക്കെ ഇതിൻ്റെ വിൽപ്പന ഗണ്യമായി നിരോധിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞ് പിന്നെ ഇത് ആർക്കും എപ്പോഴും ഉപയോഗിക്കാം, എവിടെയും വിൽക്കാം. അതിൻ്റെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനമൊന്നും ഇല്ല. എല്ലാം അങ്ങനെ ഫ്രീ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ചരിത്രം കാണുന്നത് അവിടെ വ്യാപകമായ നിലയ്ക്ക് ആളുകൾക്ക് വാസസ്ഥലം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരു പഠനമാണ് വരുന്നത്. മയക്കുമരുന്ന് ആർക്കും കൈവെക്കാം. നമ്മുടെ ഇപ്പോൾ നാട്ടിൽ മയക്കുമരുന്ന് കള്ളുകൂപ്പി കൈ പിടിച്ച ഒരാൾക്ക് നടന്നു പോവാം, പക്ഷെ മയക്കുമരുന്ന് കൈവച്ച അറസ്റ്റാണ്. പക്ഷെ അമേരിക്കയിലെ കാലിഫോർണിയ മയക്കുമരുന്ന് ആർക്കും കൈവെക്കാൻ പ്രശ്നമില്ല, അതേത് കടയിലും വിൽക്കാം. ഇത് വന്നതോടുകൂടി നഷ്ടപ്പെട്ടത് ആളുകളുടെ പാർപ്പിടം. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം, പൊതുനിരത്തിൽ ആളുകൾ കള്ള് കുടിച്ചിട്ടും മയക്കുമരുന്നടിച്ചിട്ടും വഴിയിൽ കിടക്കുന്നുണ്ട്. പബ്ലിക് ടോയ്ലറ്റുകൾ ഉണ്ടാക്കി വെച്ച് കൊടുത്തിരിക്കുകയാണ്, മറ പോലുമില്ലാത്ത. മനുഷ്യൻ താൻ ഏത് സമൂഹത്തിൽ ജീവിക്കുന്നു, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോയിട്ട് അങ്ങനെ തെരുവിൻ്റെ സന്തതികളായി മാറിയ ഒരു കൂട്ടം ആളുകൾ. ഇത് എല്ലാ നാട്ടിലും, ആ നാട്ടിൽ മാത്രമല്ല നമ്മുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ ആളുകളെ തെരുവിൻ്റെ സന്തതികളാക്കുന്നതിൻ്റെ ഒരു വലിയ കാരണം ഈ മയക്കുമരുന്ന് മദ്യമൊക്കെ തന്നെയാണ്. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് നാട്ടിൽ. ഇയാളൊരു നല്ലൊരു മെക്കാനിക്കായിരുന്നു, നല്ല മെക്കാനിക്, ഉയർന്ന ഒരു കമ്പനിയിൽ അയാൾ നല്ലൊരു വണ്ടി മെക്കാനിക്കൽ പണിയുന്ന ഒരാളാണ്. ഏറ്റവും ഉയർന്നൊരു കമ്പനിയിൽ ഇയാൾക്ക് ജോലി കിട്ടി. ഇയാളത് ആഘോഷിക്കാൻ വേണ്ടി നാട്ടിൽ വന്ന ഇയാളെ സുഹൃത്തുക്കൾ ആഘോഷം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നേരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ഇയാളുടെ കയ്യിൽ അവസാനം വെച്ചുകൂടി ഇയാളത് വലിച്ചു, കിക്കായി. ഇന്നിപ്പോൾ ആ മനുഷ്യൻ നല്ല മെക്കാനിക്കാണ്, പക്ഷെ ആൾക്കൊരു ബോധമില്ല.
ഒരു ബോധമില്ലാതെ ഇങ്ങനെ എന്തോ ഒരു കോലത്തിൽ ജീവിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ചില വർക്ക്ഷോപ്പുകാർ ഇയാളെ വിളിച്ചിട്ട് ചില വാഹനങ്ങൾ ഇപ്പോഴും നന്നാക്കാറുണ്ട്. അവർ മനുഷ്യൻ ഇങ്ങനെ തകർന്നു പോവുകയാണ്, അയാൾ തെരുവിന്റെ സന്തതിയാവുകയാണ്, അയാൾ വീടില്ലാതാവുകയാണ്. ഇങ്ങനെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ പല കാരണങ്ങൾ നമുക്കൊരാൾ ഭവനരഹിതരാകുന്നതിന് കിട്ടുന്നുണ്ട്. ഈ കാരണങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇസ്ലാം ഇതൊക്കെ നിരോധിച്ചതാണ്. അപ്പൊ എന്തുകൊണ്ട് ഇസ്ലാം കാര്യങ്ങൾ നിരോധിക്കുന്നു? അള്ളാഹു നമുക്കൊരു കാര്യത്തെ നിരോധിക്കുമ്പോൾ ആ നിരോധനത്തിന്റെ പിന്നിൽ അനേകം യുക്തികൾ ഉണ്ടാവും. കേവലം പന്നിമാംസത്തെ കുറിച്ച് പറയാറില്ലേ? എന്തിനാ ഇസ്ലാം പന്നിമാംസം നിരോധിച്ചത്? മാംസം കഴിക്കുന്ന ആളുകളോ ചോദിച്ചാൽ അവർ പറയും, കഴിക്കാൻ ഏറ്റവും ടേസ്റ്റുള്ള മാംസം പന്നിമാംസമാണ്, കഴിക്കുന്നവരുടെ അഭിപ്രായമാണ്. പക്ഷെ ഇസ്ലാം അത് നിരോധിച്ചിട്ടുണ്ട്. എന്തിനാ നിരോധിച്ചത്? അതിൻ്റെതായ ആരോഗ്യ കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ കേവലം ഒരു മാംസത്തിന്റെ വിഷയം മാത്രമല്ല, ഇസ്ലാം ഏത് കാര്യം മനുഷ്യന് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ നിരോധനത്തെ അതിലംഘിക്കാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യന് വിജയിക്കാൻ പറ്റുക എന്നുള്ളത്. നിരോധനത്തെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവൻ്റെ വ്യക്തിപരമായ ജീവിതം തകർന്നു പോകും, സാമൂഹികമായ ജീവിതം തകർന്നു പോകും, അവൻ സമൂഹത്തിലും തിരസ്കൃതനാകും, ആർക്കും വേണ്ടാത്തവനായുമാകും. അള്ളാഹു ആഗ്രഹിക്കുന്നത് മനുഷ്യൻ മാന്യനായി നിൽക്കാനാണ്. വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്താണ്, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിട്ടുണ്ട്. അവന്റെ ബഹുമാനത്തിന് വിഘാതമാകാവുന്ന എല്ലാ സംഗതികളും നിരോധിച്ചുകൊണ്ട് മനുഷ്യന്റെ മാന്യത നിലനിൽക്കാൻ ആവശ്യമായ നിയമമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നത്. ആ നിയമത്തിനനുസരിച്ച് ചരിക്കുന്നവൻ, ആ നിയമത്തെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവൻ ഈ ലോകത്ത് വിജയിച്ചവനാകും, ഈ ലോകത്ത് മാന്യമായി നിലനിൽക്കാൻ പറ്റുന്നവനാവും. മാത്രമല്ല, അവൻ മരിച്ചു കഴിയുമ്പോഴോ പരലോകത്തെത്തിപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ നിയമത്തെ യഥാവിധി പാലിച്ച് ജീവിച്ചൊരു മനുഷ്യൻ എന്നുള്ള നിലക്ക്, ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചവൻ എന്നുള്ള നിലക്ക്, തഖ്വ കൈക്കൊണ്ടവൻ എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ അടിയാറുകൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിലെ അത്യുന്നതമായ സ്ഥാനം അവന് നൽകി അള്ളാഹു ആദരിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരുണ്യവാനായ നാഥൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായി മനസ്സിലാക്കി ആ വിഷയത്തിൽ തഖ്വയോടുകൂടി നിലകൊള്ളാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തഖ്വയോടുകൂടി ജീവിതാന്ത്യം വരെ നിലകൊള്ളണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകണം. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ലോകത്ത് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പലതാണ്. സമുദ്രത്തിലെ തിരമാലകൾ പോലെയാണ് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ഇതിനെയൊക്കെ കൃത്യമായി നിർവചിക്കുകയും അതിൻ്റെ പരിഹാരങ്ങൾ നിർദ്ദേശം തരികയും ചെയ്തിട്ടുണ്ട്. ആ പരിഹാരങ്ങൾ സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ വിധികളിൽ തഖ്വയോടുകൂടി നിലകൊള്ളുക എന്നുള്ളതാണ് ഓരോ സത്യവിശ്വാസിയുടെയും ബാധ്യത. അതിലേക്കാണ് അള്ളാഹു ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിക്കുന്നത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. മനുഷ്യരെ എന്നാണ് അവിടെ. മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ നാഥനെ ഇബാദത്ത് ചെയ്യുക, അവനെ വണങ്ങുക, അവനെ ആരാധിക്കുക, അവനെ അനുസരിക്കുക എന്നുള്ളതാണ്. വിജയത്തിന് നിദാനം അള്ളാഹുവിനെ അനുസരിക്കലാണ്. നമ്മൾ വിജയിക്കണം, നമ്മുടെ ശേഷം വരുന്ന പിന്നീടുള്ള തലമുറകളും വിജയിക്കണം. തലമുറകളുടെ സംസ്കരണവും അവർക്ക് സംസ്കാരം പഠിപ്പിക്കലുമൊക്കെ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച പണിയാണ്. മാ നഹല വാലിദുല്ലി വലദിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു പിതാവിന് തൻ്റെ പുത്രന് അല്ലെങ്കിൽ പുത്രിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം
പരീക്ഷകളൊക്കെ ജയിക്കുമ്പോഴത്തേക്ക് നമ്മളൊക്കെ നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാനായി ഫുൾ A+ കിട്ടിയ മക്കൾക്കൊക്കെ മധുരം വാങ്ങി നൽകുകയോ, ഈ ബൈക്ക് വേണ്ടവർക്ക് പ്രായമായിട്ടില്ല എങ്കിൽ പോലും ബൈക്ക് വാങ്ങി നൽകിയോ ഒക്കെ അങ്ങനെ നമ്മൾ വ്യത്യസ്തമായ നിലയ്ക്ക് നമ്മുടെ സന്തോഷം അവരോട് ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ മക്കൾക്ക് വേണ്ടൊക്കെ കൊടുത്തതാണ് നമ്മളിങ്ങനെ ആളുകളോട് ഇങ്ങനെ വീമ്പ് പറയുന്നുണ്ട്, സ്വയം സമാധാനിക്കുന്നുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഏറ്റവും ഒരു പിതാവിന് തൻ്റെ മകന് നൽകാവുന്ന, മകൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നുള്ളത് അവൻ അദബുള്ളവനാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്, സംസ്കാരമുള്ളവനാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇസ്ലാമിക ചിട്ടയിൽ അവനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് താൻ എന്തിനീ ലോകത്ത് മുസ്ലിമായി നിൽക്കണം എന്ന് അവനെ അറിയിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കി അതിൽ അവന് ഒരു എന്താ പറയുക, ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരു അഭിമാനബോധം ഉണ്ടാക്കി അങ്ങനെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല സമ്മാനം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചെറുമക്കളെ ആ നിലയിലേക്ക് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു വരുന്നത്, മലർവാടി ബാലസംഘത്തിൻ്റെ കീഴിൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി നാളെ ഒരു പരിപാടി നമ്മുടെ ഈ പള്ളിയിൽ നടക്കുന്നു. എല്ലാ ജാതി മതവിഭാഗം കുട്ടികൾക്കും പങ്കെടുക്കാം. അവരിങ്ങനെ കളിയിലൂടെ എന്താണ് സംസ്കാരമെന്നും നന്മയെന്നും അറിഞ്ഞ് വളരട്ടെ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളുടെ പരിചയത്തിലുള്ള ചെറിയ കുട്ടികളെ ആ പരിപാടിയിലേക്ക് കൊണ്ടുപോകും. മറ്റൊരു പ്രോഗ്രാം ഈ വിഷയത്തിൽ നടക്കുന്നത്, അത് 8ാം ക്ലാസ്സിൻ്റെ മുകളിലേക്കുള്ള ടീൻ ഏജിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ വരുന്ന 18, 19 ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ മുണ്ടക്കയത്ത് മസ്ജിദുൽ വഫായിൽ വെച്ച് ആ കുട്ടികൾക്ക് വേണ്ടുന്ന 2 ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില ക്ലാസ്സുകൾ നടക്കുന്നു. അവധിക്കാലമൊക്കെയാണ് നമുക്ക് ഇതിനൊക്കെ സമയം കിട്ടുക, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാരണം പറഞ്ഞ് അതിനൊക്കെ മാറി നടക്കുകയാണ് പതിവ്. നാളെ മക്കൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മളെ പിടിച്ചു നിർത്തും. എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് എനിക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള ഒന്നും തന്നില്ല, അതുകൊണ്ട് പഠിച്ചവനെ എനിക്ക് കിട്ടേണ്ടുന്ന ശിക്ഷയും കൂടെ അവർക്ക് കൊടുക്കണേ എന്ന് ചിലപ്പോൾ മക്കൾ പറയുമെന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ കഴിയുന്നു. നന്മയുടെ വഴിയിലേക്ക് നമ്മുടെ മക്കളെ അയക്കുക, അതിനായി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥൻ നമ്മുടെ മക്കളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വരും തലമുറക്ക് ഇസ്ലാമിക അവബോധം നൽകാനുള്ളൊരു മനസ്സും പ്രബോധന മനസ്സൊക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടില്ലാത്ത എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു വീട് കൊടുക്കുമാറാകട്ടെ. പഠിച്ചവനെ, പലതരം പ്രയാസങ്ങളിലും കഷ്ടപ്പാടുകളിലും ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും സങ്കടവും പ്രയാസവും ഒക്കെ ഞങ്ങളെക്കാൾ ഏറ്റവും നന്നായി അറിയുന്നത് നീയാണ്. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സമാധാനം നൽകണേ. അള്ളാഹുവേ, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹു, ആരോഗ്യം തന്ന് നീ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. അള്ളാഹ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പല ആളുകളും നിന്നിലേക്ക് യാത്രയായവരുണ്ട്. ഇന്ന് മരിച്ചവരും ഇന്നലെ മരിച്ചവരും കഴിഞ്ഞ കാലങ്ങളിൽ മരണപ്പെട്ടവരും ഒക്കെയായി അവരുടെയൊക്കെ ബർസഖി ജീവിതം അള്ളാഹുവേ നീ നല്ല നിലക്ക് നൽകി അവർക്ക് അനുഗ്രഹിക്കണേ. അള്ളാഹുവേ, നമ്മുടെ കൂട്ടത്തിലൊരു സഹോദരൻ ഹജ്ജിന് പോകുന്നുണ്ട്. ജുമയ്ക്ക് ശേഷം അദ്ദേഹം നിങ്ങളോട് 2 വാക്കുകൾ പറയും. ജുമാ നിസ്കാരത്തിന് ശേഷം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളെയും ഹാസിലാക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.